പറയുന്നത് അടിസ്ഥാന ഉപദേശങ്ങളിൽ പെടുന്ന ഒന്നാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ അടിസ്ഥാന ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കുമ്പോൾ ഈ രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മാനസാന്തരം എന്ന് പറയുന്ന അവൻ ആ ഒരു അനുഭവത്തിലേക്ക് ദൈവജനം അവൻ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവൻ ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. സ്വന്തം ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കെട്ടിടമോ ഏതൊരു പ്രസ്ഥാനമോ നിലനിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ രാജ്യത്തിന് അതിൻ്റെതായ വ്യവസ്ഥിതികളുണ്ട്, ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമെല്ലാം നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് നൽകി തരുന്നതിന്റെ കാരണം നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പല നിയമങ്ങളും വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ വളരെ തിരക്കേറിയതായ റോഡിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ചില സിഗ്നലുകൾ കാണിക്കും. റെഡ് സിഗ്നൽ കാണിച്ചാൽ നമ്മുടെ വാഹനം അവിടെ നിൽക്കുവാനായിട്ട് ഇടയ്ക്കണം, നമ്മൾ കൊണ്ടുപോകുവാനായിട്ട് പാടില്ല. പോയാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കുവാനായിട്ട് ഇടയായിരിക്കും. നമുക്ക് ഗ്രീൻ സിഗ്നൽ ആണ് കിട്ടുന്നു എങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിരിക്കണം. സ്വന്തം എന്നാൽ ഞാൻ പറയുന്നു, സ്വന്തം എനിക്ക് അത്യാവശ്യമാണ് റെഡ് സിഗ്നൽ എന്നും എനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഞാൻ പോയി വാഹനം എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതവിടെ അപകടം ഉണ്ടാകുവാനായിട്ട് മാത്രമല്ല, ഞാൻ ശിക്ഷയ്ക്ക് വിധേയനായി തീരുവാനായിട്ട് ഇടയ്ക്കും. അപ്പോൾ ഇന്ന് രാത്രി പറഞ്ഞു വരുന്നത്, നമുക്ക് നിയമങ്ങൾ ഉപദേശങ്ങൾ നമുക്ക് നൽകി തരുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് കടന്നു പോകേണ്ടത് എന്ന് ദൈവത്തിന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് രാത്രി ദൈവജനം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം പണിയപ്പെടുവാനായിട്ട് ആ പ്രമാണത്തിൽ ഒന്നാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനസ്സ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ പാപത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന അനുഭവത്തെയാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയണം. മനസ്സിന് ഉണ്ടാകുന്ന രൂപാന്തരത്തെയാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിൽ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അടിസ്ഥാന ഉപദേശത്തിന്റെ പ്രമാണങ്ങൾ തുടർന്ന് പാലിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഞാനൊരു ഭാവിയാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വരേണ്ടത് ആവശ്യകതയാണെന്ന് താൻ മനസ്സിലാക്കുമ്പോഴാണ് താൻ എന്തായിത്തീരുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക്, മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. മാനസാന്തര അനുഭവത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടുജനം, നീതീകരണം, പാപമോചനം, രക്ഷ, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഇതെല്ലാം മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തി അടുത്തതായി ചെയ്യേണ്ടതായ അടുത്ത പടി എന്ന് പറയുന്നത് ആ വ്യക്തി സ്നാനപ്പെടുവാനായിട്ട്. എന്തിനാണ് സ്നാനം എന്ന് നമുക്കറിയാം. കർത്താവിനോട് കൂടെ ചേരുന്ന ഒരു അനുഭവമാണ്. പാപത്തെ ഉപേക്ഷിച്ചിട്ട് തന്റെ പാപ പ്രകൃതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ ജീവിതത്തെ പൂർണ്ണമായി മരിപ്പിക്കുന്ന അനുഭവം. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന അനുഭവത്തിൽ ആണ് സ്നാനത്തെ നമുക്ക് കാണുവാനായിട്ട്. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്ന അനുഭവത്തെയാണ് നമുക്ക് ആ സ്നാനം കൊണ്ട് കാണുവാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് പലരും മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭകളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം, ദൈവസഭയിൽ കാണപ്പെടുന്നതായ വ്യക്തികളെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് മൂന്ന് തരമായിരിക്കുന്ന വ്യക്തികളാണ് ദൈവസഭയിൽ കാണുവാനിടത്തുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രാകൃതൻ, മറ്റൊന്ന് ഗൗരികൻ, മറ്റൊന്ന് ആത്മീയൻ. എന്താണ് പ്രാകൃത സ്വഭാവം? പ്രാകൃത സ്വഭാവം എന്ന് പറയുന്നത് ദൈവമില്ലാത്തതായ മനുഷ്യൻ മാതാവ് പോകുന്നത് കൊണ്ട്, പിതാവ് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ പോകുന്നത് കൊണ്ട്, ഭർത്താവ് പോകുന്നത് കൊണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകൃത സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പള്ളിയിലുമുണ്ട്, ലോകത്തിലുമുള്ള ഒരനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരെ പള്ളിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്താണ് ജഡികളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്? താൻ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്, പക്ഷെ ലോകവും വേണം, ദൈവം വേണം എന്നുള്ളതായ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും അതുപോലെ ലോകത്തെയും ഒരുപോലെ ചേർത്തിണക്കിക്കൊണ്ട് ദൈവസഭയിൽ ലോകത്തെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ലോകത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യൻ, ജഡികമായിരിക്കുന്ന മനുഷ്യൻ. അങ്ങനെ പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ഇങ്ങനെ രണ്ടു തരമായിരിക്കുന്ന മനുഷ്യൻ. മറ്റൊരു മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലുള്ളതായിരിക്കും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കും. മാത്രമല്ല, തന്നെ രക്ഷിച്ച, തന്നെ വീണ്ടെടുത്ത, തന്റെ ദൗത്യത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. മാത്രമല്ല, വരുവാൻ പോകുന്ന നിത്യതയെ കുറിച്ചായിരിക്കും
അവന്റെ ചിന്ത മുഴുവൻ. അപ്പോൾ പ്രാകൃത മനുഷ്യൻ, ജനീക മനുഷ്യൻ, അവൻ അപ്പോൾ തന്നെ